ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ജനൻ ടി വിവാദം ശരിവെച്ച് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തട്ടിപ്പിന് അന്തർദേശീയ പുരാവസ്തു കള്ളക്കടത്തുമായി ബന്ധം. 500 കോടി രൂപയുടെ തട്ടിപ്പാണ് ശബരിമലയിൽ നടന്നത്. അന്തർദേശീയ കള്ളക്കടത്തുകാരൻ സുഭാഷ് കപൂറിന് തട്ടിപ്പുമായി ബന്ധമുണ്ട്. ശബരിമല കവർച്ചയിൽ പുരാവസ്തു കള്ളക്കടത്ത് നടന്നതായി ജനൻ ടി വി ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. ശബരിമലയിൽ നടന്നത് പുരാവസ്തു കള്ളക്കടത്താണെന്ന് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. 500 കോടി രൂപ മൂല്യമുള്ള വസ്തുക്കൾ കവർച്ച ചെയ്യപ്പെട്ടു. അന്തർദേശീയ പുരാവസ്തു കള്ളക്കടത്തുകാരൻ സുഭാഷ് കപൂറിന് കവർച്ചയുമായി ബന്ധമുണ്ട്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ തനിക്ക് ലഭിച്ചു. വ്യവസായിയായ ഒരു വ്യക്തിയാണ് തനിക്ക് വിവരങ്ങൾ കൈമാറിയത്. തനിക്ക് വിവരങ്ങൾ കൈമാറിയ ആളുടെ പക്കൽ തെളിവുകളുമുണ്ട്. SIT ചോദിച്ചാൽ തെളിവുകൾ കൈമാറാൻ വിവരം തന്നയാൾ തയ്യാറാണ്. ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ച് SITക്ക് ഇന്ന് കത്ത് കൈമാറും. SIT അന്വേഷണം പുരാവസ്തു കള്ളക്കടത്ത് കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോയാൽ വമ്പൻ സ്രാവുകൾ പിടിയിലാകും. ഞാൻ ഇന്ന് SITക്ക് ഒരു കത്ത് കൊടുക്കാൻ പോവാണ്. SITക്കുള്ള എന്റെ കത്തിൽ പ്രധാനമായി പറയാനുള്ളത്, ഈ മോഷ്ടിച്ച സ്വർണം ആന്റിക്സ് ആയി അന്തർദേശീയ മാർക്കറ്റിൽ വിറ്റു എന്നുള്ളതിന്റെ ചില അറിവുകൾ എന്റെ കയ്യിലുണ്ട്. എന്റെ കയ്യിൽ തെളിവുകളില്ല. പക്ഷെ എന്നോട് പറഞ്ഞ ആള് പറയുന്നത് അത് വിശ്വാസയോഗ്യമാണെങ്കിൽ 500 കോടിയിലധികം രൂപയുടെ ഒരു വലിയ അഴിമതിയാണ് ഇതിലൂടെ നടന്നിട്ടുള്ളത്. SITക്ക് ഞാൻ കത്ത് കൊടുക്കുന്നതിന്റെ ഇന്ന് കത്ത് കൊടുക്കുന്നതിന്റെ കാരണം ഇത് ഈ പറയുന്ന കാര്യത്തെപ്പറ്റി വിശദമായ ഒരു അന്വേഷണം വേണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ അന്താരാഷ്ട്ര ആന്റിക്സ് മംഗളമായിട്ടുള്ള സുഭാഷ് കപൂറിന്റെ ബന്ധത്തെപ്പറ്റി ചോദിച്ചതും എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ തമ്മിൽ ഏകദേശം പൊരുത്തപ്പെട്ടു പോകുന്നതാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പുരാവസ്തു കള്ളക്കടത്ത് ജനൻ ടി വി ആദ്യം ആരോപിക്കുകയും പിന്നീട് കോടതിയും ഇക്കാര്യത്തിൽ സംശയം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് രമേശ് ചെന്നിത്തലയുടെ നിർണായക വെളിപ്പെടുത്തൽ. കേസിൽ പ്രതി ചേർക്കപ്പെട്ട CPM നേതാക്കൾക്കെതിരെ പാർട്ടി നടപടിയെടുക്കാത്തത് പല കാര്യങ്ങളും പുറത്തുവരുമെന്ന ഭയത്താലാണെന്നും രമേശ് ചെന്നിത്തലയുടെ ആരോപണം. ജനം, കോട്ടയം.